നമസ്കാരം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഈ വിവരങ്ങൾ വെച്ചാണ്. അതായത് കുറച്ച് ലേഖനങ്ങൾ, പിന്നെ LICയുടെ തന്നെ ചില ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ നോട്ടുകളൊക്കെ നോക്കിയിട്ട്. അതെ. നമ്മൾ LICയുടെ ജീവൻ ഉത്സവ് എന്നൊരു പുതിയ പ്ലാനിനെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ UIN നമ്പർ 512N363V02 എന്നാണ്. ശരിയാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോ എനിക്ക് തോന്നിയത്, ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ ബാങ്ക് പലിശയൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയത്ത് ഒരു ഉറപ്പുള്ള വരുമാനം, അതും ദീർഘകാലത്തേക്ക് കിട്ടും എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കാം, അല്ലേ? തീർച്ചയായും. നിങ്ങൾ ഈ തന്ന ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ജീവൻ ഉത്സവ് ശരിക്കും ഒരു സാധാരണ ഇൻഷുറൻസ് പ്ലാൻ അല്ല. അതെന്താ? കാരണം ഇതൊരു ഹോൾ ലൈഫ് പ്ലാനാണ്. പിന്നെ ഇതിലെ പ്രധാന ആകർഷണം ആ ഗ്യാരണ്ടീഡ് വരുമാനം തന്നെയാണ്. ഗ്യാരണ്ടീഡ്? അതെ. പിന്നെ ഇതൊരു നോൺ ലിങ്ക്ഡ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനാണ്. ഓക്കെ. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നോൺ ലിങ്ക്ഡ് എന്ന് വെച്ചാൽ ഇതിലെ ആദായം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടൊന്നും ബന്ധമില്ല. അപ്പം മാർക്കറ്റ് കൂടിയാലോ കുറഞ്ഞാലോ ഇതിനെ ബാധിക്കില്ല. ആശ്വാസം. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാലോ? അതായത് LICക്ക് ലാഭം കിട്ടിയാൽ അതിന്റെ ഒരു വിഹിതം ബോണസായിട്ട് ഈ പോളിസിയിൽ കിട്ടില്ല. ഓ, ബോണസ് ഇല്ല? ഇല്ല. പക്ഷേ ഏറ്റവും പ്രധാനം, പോളിസിയിൽ എന്ത് ആനുകൂല്യങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അത് ഉറപ്പായും കിട്ടും. അതാണ് ഗ്യാരണ്ടീഡ്. അത് ഗ്യാരണ്ടീഡ് അഡീഷൻ ആയാലും പിന്നെ കിട്ടുന്ന വരുമാനമായാലും. ഹോൾ ലൈഫ് എന്നോടി പറഞ്ഞല്ലോ, ജീവിതകാലം മുഴുവൻ എന്നാണോ? അതെ, കറക്റ്റ്. പോളിസി ഉടമയുടെ ജീവിതകാലം മുഴുവൻ. സാധാരണ നമ്മൾ 100 വയസ്സുവരെയാണ് കണക്കാക്കുക. ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടാവും, അതോടൊപ്പം ഒരു വരുമാനവും കിട്ടും. വരുമാനം കിട്ടാൻ 2 ഓപ്ഷൻസ് ഉണ്ടെന്ന് കണ്ടു. ഉണ്ട്. ഓപ്ഷൻ 1 റെഗുലർ ഇൻകം ബെനിഫിറ്റ്, ഓപ്ഷൻ 2 ഫ്ലെക്സി ഇൻകം ബെനിഫിറ്റ്. നമ്മൾ പോളിസി എടുക്കുമ്പോൾ തന്നെ ഇതിലേതാ വേണ്ടതെന്ന് പറയണം. ശരി. അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഈ ഗ്യാരണ്ടികളല്ലാതെ വേറെന്തൊക്കെയുണ്ട്? 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഗ്യാരണ്ടീഡ് അഡീഷൻസ്. ഓക്കെ. നമ്മൾ പ്രീമിയം അടക്കുന്ന ഒരു കാലയളവുണ്ടല്ലോ, PPT എന്ന് പറയും, പ്രീമിയം പേയിങ് ടേം. ആ കാലയളവിൽ മാത്രം ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ബേസിക് സം അഷ്വേർഡ് BSA അതിന്റെ ഓരോ 1000 രൂപയ്ക്കും 40 രൂപ വെച്ച് അധികമായിട്ടിങ്ങനെ ചേർക്കും. എപ്പോ വരെ കിട്ടും ഇത്? PPT കഴിയുന്നത് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ അഡീഷൻ കിട്ടില്ല. പക്ഷേ അതുവരെ കിട്ടിയത് അവിടെയുണ്ടാവും. ഓക്കെ. രണ്ടാമത്തെ കാര്യം? രണ്ടാമത്തേത് ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ്. അതായത് പ്രീമിയം അടച്ചേണ്ടത് ഒരു കുറഞ്ഞ കാലത്തേക്ക് മാത്രം മതി. ആഹാ. എത്ര കാലം? 5 വർഷം തൊട്ട് 16 വർഷം വരെ പല ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ കവറേജും വരുമാനവും ഒക്കെ ലൈഫ് ലോങ് കിട്ടും. കൊള്ളാം. മൂന്നാമത്തേതോ? മൂന്നാമത്തേത് ഈ ലൈഫ് ടൈം ഇൻകം തന്നെ. നമ്മൾ ഈ തെരഞ്ഞെടുത്ത PPT കഴിയുന്നു, പിന്നെ ഒരു നിശ്ചിത വർഷം കഴിഞ്ഞാൽ അതും PPT അനുസരിച്ച് മാറും. ജീവിതകാലം മുഴുവൻ ഒരു വരുമാനം കിട്ടിത്തുടങ്ങും. ആ വരുമാനം കിട്ടുന്ന രീതിയാണ് ആ 2 ഓപ്ഷൻസ്, അല്ലേ? റെഗുലറും ഫ്ലെക്സിയും. അതെ. ഇതിൽ ചേരാനുള്ള പ്രായം, കുറഞ്ഞ സം അഷ്വേർഡ്, ഈ PPT കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണ്? ആർക്കാണിത് കൂടുതൽ ചേരുക? പറയാം. PPT നേരത്തെ പറഞ്ഞ പോലെ 5 മുതൽ 16 വർഷം വരെ തിരഞ്ഞെടുക്കാം. ഓക്കെ. പ്രായം നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് 30 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയുടെ പേരിൽ വരെ പൂൾസിടുങ്ങാം. ആണോ? പക്ഷേ അത് നമ്മളെടുക്കുന്ന PPT അനുസരിച്ചിരിക്കും. ഒരു ഉദാഹരണം പറയാം. 16 വർഷത്തെ PPT ആണെങ്കിൽ 30 ദിവസം മതി. പക്ഷേ 5 വർഷത്തെ PPT ആണെങ്കിൽ മിനിമം 8 വയസ്സെങ്കിലും വേണം പോളിസി എടുക്കുന്ന ആൾക്ക്. കൂടിയ പ്രായം? കൂടിയ പ്രായം 65 വയസ്സാണ്, നിയറർ ബർത്ത്ഡേ വെച്ച്. അതും PPT അനുസരിച്ച് മാറും. 16 വർഷം PPT ആണെങ്കിൽ 59 വയസ്സാണ് മാക്സിമം. 5 വർഷം PPT ആണെങ്കിൽ 65 വയസ്സ് വരെ ആകാം. പ്രീമിയം അടച്ചു തീരുമ്പോൾ 75 വയസ്സിൽ കൂടാനും പാടില്ല. ഇല്ല. പിന്നെ ഈ വരുമാനം കിട്ടിത്തുടങ്ങുമ്പോൾ മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. സം അഷ്വേർഡ് മിനിമം എത്ര വേണം? ഏറ്റവും കുറഞ്ഞ ബേസിക് സം അഷ്വേർഡ് 5 ലക്ഷം രൂപയാണ്. മാക്സിമം ലിമിറ്റില്ല. പക്ഷേ അത് LICയുടെ അണ്ടർറൈറ്റിംഗ് നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും. നമ്മുടെ വരുമാനം, ആരോഗ്യമൊക്കെ നോക്കിയിട്ടാവും തീരുമാനിക്കുക. ഈ വരുമാനം കിട്ടിത്തുടങ്ങുന്ന വർഷം PPT അനുസരിച്ച് മാറുമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാ? അതെ. നമ്മൾ എത്ര വർഷത്തെ PPT ആണോ എടുക്കുന്നത് അതനുസരിച്ചാണ് വരുമാനം കിട്ടിത്തുടങ്ങുന്ന പോളിസി വർഷം വരുന്നത്. ഡോക്യുമെന്റിലെ ടേബിൾ 1-ൽ അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോ നിങ്ങൾ 5 വർഷമോ 6, 7, 8 വർഷമോ ആണ് PPT എടുക്കുന്നതെങ്കിൽ 11ാമത്തെ പോളിസി വർഷം മുതലാണ് വരുമാനം കിട്ടിത്തുടങ്ങുക. ഓക്കെ. ഇനിയിപ്പോ 16 വർഷത്തെ PPT ആണ് എടുത്തതെങ്കിലോ അപ്പോൾ 19ാമത്തെ പോളിസി വർഷം മുതലേ കിട്ടിത്തുടങ്ങും. ശരി. അപ്പോ കുറഞ്ഞ കാലം പ്രീമിയം അടയ്ക്കുക, പിന്നെ ലൈഫ് ലോങ് വരുമാനം. അതാണ് ഐഡിയ. ഇനി നമുക്ക് ആ വരുമാന ഓപ്ഷൻസിലേക്ക് വരാം. റെഗുലർ ഇൻകം, ഫ്ലെക്സി ഇൻകം, എന്താണ് വ്യത്യാസം? ഒരു ഉദാഹരണം വെച്ചോ പറയാമോ? പറയാം.
ഇത് രണ്ടും സർവൈവൽ ബെനിഫിറ്റാണ്, അതായത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നത്. തുക ഒന്നാണ്, ഓരോ വർഷവും നമ്മുടെ ബേസിക് സം അഷ്വേർഡിന്റെ 10%. 10%. അതെ, വ്യത്യാസം നമ്മളതെങ്ങനെ വാങ്ങുന്നു എന്നതിലാണ്. ഓപ്ഷൻ 1 റെഗുലർ ഇൻകം. അതെങ്ങനെ? സിമ്പിളാണ്. വരുമാനം കിട്ടേണ്ട വർഷം മുതൽ ആ ടേബിൾ 1 പ്രകാരം എല്ലാ വർഷവും BSEയുടെ 10% തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കേ. ഉദാഹരണത്തിന് 10 ലക്ഷം BSE ഉണ്ട്, PPT 10 വർഷമാണെങ്കിൽ 13ാമത്തെ വർഷം മുതൽ എല്ലാ കൊല്ലവും 1 ലക്ഷം രൂപ വെച്ച് കിട്ടും, ജീവിതകാലം മുഴുവൻ. 100 വയസ്സുവരെ? അതെ, 100 വയസ്സുവരെ. സ്ഥിരമായൊരു വരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. അപ്പൊ ഫ്ലെക്സി ഇൻകമോ? അവിടെ എന്താ പരിപാടി? ഓപ്ഷൻ 2 ഫ്ലെക്സി ഇൻകം ബെനിഫിറ്റ്. ഇവിടെയും ഓരോ വർഷവും കിട്ടാനുള്ള പൈസ BSEയുടെ 10% തന്നെ. പിന്നെന്താ വ്യത്യാസം? വ്യത്യാസം ഇതാണ്, നിങ്ങൾക്ക് ആ പൈസ അപ്പോ തന്നെ വാങ്ങണമെന്നില്ല. വേണമെങ്കിൽ അത് LICയിൽ തന്നെ വെച്ചോളാൻ പറയാം, ഡിഫർ ചെയ്യുക എന്ന് പറയും. ആഹാ, അങ്ങനെ വെച്ചാ വല്ല ഗുണവുണ്ടോ? ഉണ്ട്. അങ്ങനെ മാറ്റിവെക്കുന്ന തുകയ്ക്ക് ഓരോ വർഷവും 5.5% പലിശ കിട്ടും. കൂട്ടുപലിശയാണ്, വർഷാവർഷം കണക്കാക്കും. അതും ഗ്യാരണ്ടീഡാണ്. ഓ, അപ്പൊ അതാണ് ഇതിലെ ഒരു ഹൈലൈറ്റ് അല്ലേ? 5.5% ഗ്യാരണ്ടീഡ് കൂട്ടുപലിശ. പണം ആവശ്യമില്ലെങ്കിൽ അതവിടെ കിടന്ന് വളർന്നോളൂ. അതെ. ഇനി പെട്ടെന്ന് പൈസയ്ക്കൊരാവശ്യം വന്നാലോ? ഈ മാറ്റിവെച്ച ക്യാഷ് എടുക്കാൻ പറ്റുമോ? തീർച്ചയായും. അതാണ് ഫ്ലെക്സി ഓപ്ഷന്റെ ഏറ്റവും വലിയ ഗുണം. നമ്മളിങ്ങനെ മാറ്റിവെച്ച തുകയും ഡിഫേർഡ് ബെനിഫിറ്റ്സ്, അതിന്റെ പലിശയും ചേർന്ന് ഒരു എമൗണ്ട് അവിടെ ഉണ്ടാകുമല്ലോ. ഉണ്ടാവും. ആ ബാലൻസ് തുകയുടെ 75% വരെ ഒരു പോളിസി വർഷത്തിൽ ഒരു തവണ നമുക്ക് പിൻവലിക്കാം. ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോ മുഴുവനും എടുക്കാൻ പറ്റില്ല, 75%. അതെ, ഒരു വർഷത്തിൽ 75% വരെ ബാക്കി തുക അവിടെ തന്നെ 5.5% പലിശ കിട്ടി വളർന്നുകൊണ്ടിരിക്കും. ഇത് കൊള്ളാമല്ലോ. അത്യാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾക്കോ ഈ പണം ഉപയോഗിക്കും. ഉറപ്പായും. അല്ലെങ്കിൽ പിൻവലിക്കുന്നില്ലെങ്കിൽ ഈ തുക മുഴുവനായിട്ട് മരണസമയത്തോ അല്ലെങ്കിൽ പോളിസി സറണ്ടർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 100 വയസ്സാവുമ്പോഴോ കിട്ടും. അപ്പോ ഒരാൾക്ക് അവരുടെ അന്നത്തെ സാഹചര്യം നോക്കി തീരുമാനിക്കാം, പണം വേണോ അതോ അവിടെ കിടന്ന് വളരട്ടെ എന്ന്. കുട്ടികളുടെ ഭാവിക്കായിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. കുട്ടികളുടെ കാര്യം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കുട്ടി ജനിച്ച് 30 ദിവസം കഴിഞ്ഞാൽ തന്നെ രക്ഷിതാവിന് പ്രൊപ്പോസറായിട്ട് ഈ പോളിസി എടുക്കാം. എന്നിട്ട് ഒരു 10 വർഷമോ 15ഓ 16ഓ PPT എടുത്താൽ മതി. അപ്പോൾ കുട്ടി ഒരു സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലെത്തുന്ന പ്രായമാവുമ്പോഴേക്കും പ്രീമിയം അടവ് തീരും. ശരി. എന്നിട്ട് കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടേബിൾ പ്രകാരമുള്ള വർഷം മുതൽ അവർക്ക് ജീവിതകാലം മുഴുവൻ ആ BSEയുടെ 10% വെച്ച് വരുമാനം കിട്ടിത്തുടങ്ങും. കൊള്ളാം. അതായത് ഒരു ചെറുപ്പക്കാരന്റെയോ ചെറുപ്പക്കാരിയുടെയോ കയ്യിലേക്ക് 18-20 വയസ്സാവുമ്പോൾ ഒരു റെഗുലർ ഇൻകം, അത് നല്ലൊരു സ്റ്റാർട്ടല്ലേ? തീർച്ചയായും. അവരുടെ തുടർ പഠനത്തിനോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോഴോ ഒരു വലിയ സപ്പോർട്ടായിരിക്കും. ഇനി ഫ്ലെക്സി ഓപ്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയുടെ 75% വരെ എടുത്തുപയോഗിക്കാം. ഇത് ശരിക്കും മാതാപിതാക്കൾക്കൊരു മനസ്സമാധാനം കൊടുക്കും, കുട്ടികളുടെ ഭാവിയെക്കുറിച്ചൊരു ഉറപ്പ്. ഈ വരുമാനം 100 വയസ്സുവരെ കിട്ടുമെന്ന് പറയുന്നത് അത്ര ഉറപ്പാണോ? LIC അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ? അതെ, ഇതൊരു ഹോൾ ലൈഫ് പ്ലാൻ ആയതുകൊണ്ട് പോളിസി കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പോളിസി ലാപ്സ് ആവാതെ പോളിസി ഉടമയ്ക്ക് 100 വയസ്സുവരെയും വരുമാനം കിട്ടാൻ അർഹതയുണ്ട്. ഇൻഷുറൻസിൽ ഹോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ സാധാരണ 100 വയസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഈ ഗ്യാരണ്ടീഡ് വരുമാനം സ്വാഭാവികമായിട്ടും ആളുകൾ ബാങ്ക് FDയുമായിട്ട് താരതമ്യം ചെയ്യും. അവിടെ ഇതെങ്ങനെ നിൽക്കുന്നു? വല്ല കണക്കും വെച്ച് നോക്കാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്. പ്രധാന വ്യത്യാസം ഈ ഗ്യാരണ്ടിയും പിന്നെ കാലാവധിയുമാണ്. നിങ്ങൾ തന്ന പേപ്പറിൽ പഴയ FD റേറ്റ് കൃത്യമായിട്ടില്ല. പക്ഷേ നമുക്കറിയാലോ, ഒരു 10 കൊല്ലം മുൻപ് 2014-15 സമയത്തൊക്കെ ബാങ്ക് FDക്ക് ഒരു 8%, ചിലപ്പം 9% വരെ പലിശ കിട്ടിയിരുന്ന കാലം. ശരിയാണ്. എന്നാൽ ഇപ്പോഴോ 2024-25 സീനിയർ സിറ്റിസൻസിന് പോലും ഒരു 7% അല്ലെങ്കിൽ 7.5% ഒക്കെ കിട്ടിയാൽ കിട്ടി. സാധാരണക്കാർക്ക് അതിലും താഴെയാണ്. അത് ശരിയാണ്. റേറ്റ് കുറഞ്ഞു വരുന്നൊരു ട്രെൻഡാണല്ലോ. അതെ, ഇനിയും കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ ജീവൻ ഉത്സവിലോ ആ BSEയുടെ 10% വരുമാനം അത് ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടീഡാണ്. അതൊരു വലിയ വ്യത്യാസം തന്നെ. അതോടൊപ്പം ആ ഫ്ലെക്സി ഓപ്ഷനിലെ 5.5% കൂട്ടുപലിശയിലെ അതും ഗ്യാരണ്ടീഡാണ്. ഇപ്പോൾ ഒരു FDക്ക് 7% കിട്ടിയേക്കാം, പക്ഷേ 5 കൊല്ലം കഴിഞ്ഞ് പുതുക്കുമ്പോൾ അന്ന് 5% ഉള്ളുവെങ്കിലോ? ശരിയാണ്, അനിശ്ചിതത്വമുണ്ട്. ജീവനുത്സവില് ആ പേടി വേണ്ട. ആ 10% അല്ലെങ്കിൽ ഫ്ലെക്സിയിലെ 5.5% ലൈഫ് ലോങ് ഉറപ്പാണ്. പിന്നെ
രണ്ടാമത്തെ വലിയ വ്യത്യാസം ഇൻഷുറൻസ് കവറേജ്. ഓ, അതുണ്ടല്ലോ. അതെ, പോളിസി സമയത്ത് ഉടമ മരിച്ചാൽ നോമിനിക്ക് ഒരു നല്ല തുക കിട്ടും. സം അഷ്വേർഡ് ഓൺ ഡെത്ത് എന്ന് പറയും. അതോടൊപ്പം അതുവരെ കിട്ടിയ ഗ്യാരണ്ടീഡ് അഡീഷൻസും. ഈ സം അഷ്വേർഡ് ഓൺ ഡെത്ത് എത്ര വരും? അതെ, ബേസിക് സം അഷ്വേർഡിന്റെ 125%, അല്ലെങ്കിൽ വാർഷിക പ്രീമിയത്തിന്റെ 7 ഇരട്ടി, അല്ലെങ്കിൽ അതുവരെ അടച്ച മൊത്തം പ്രീമിയത്തിന്റെ 105%. ഇതിലേതാണോ കൂടുതൽ അതായിരിക്കും. ഈയൊരു സുരക്ഷ ബാങ്ക് FDക്കില്ലല്ലോ. ഇല്ല. ഈ പലിശ നിരക്ക് ഇങ്ങനെ കുറഞ്ഞത് ഇത് ജീവനുത്സവ പോലത്തെ പ്ലാനുകൾക്ക് കൂടുതൽ പ്രസക്തി നൽകുന്നുണ്ടോ? തീർച്ചയായും. കാരണം 2 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നു. 1, പലിശ കുറയുന്നു. 2, ആളുകളുടെ ആയുസ് കൂടുന്നു. ശരിയാണ്. അപ്പോ റിട്ടയർമെന്റ് കഴിഞ്ഞുള്ള കാലത്തേക്ക്, അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് ഒരു ഉറപ്പുള്ള വരുമാനം കണ്ടുവയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമായി വരും. വെറും ബാങ്ക് ഡെപ്പോസിറ്റിനെ മാത്രം ആശ്രയിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അവിടെയാണ് ഈ ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ഇൻകം തരുന്ന പ്ലാനുകൾക്ക് റോൾ വരുന്നത്. ഫ്ലെക്സിയലിന്റെ 5.5% കൂട്ടുപലിശയും ഇന്നത്തെ കാലത്ത് മോശമില്ല, അല്ലേ? തീർച്ചയായും. 5.5% ഗ്യാരണ്ടീഡ് കൂട്ടുപലിശ, പ്രത്യേകിച്ചും ഒരുപാട് വർഷത്തേക്ക് പണം അവിടെ വളരാനിട്ടാൽ ആ കോമ്പൗണ്ടിങ്ങിന്റെ പവർ ശരിക്കും കാണാൻ പറ്റും. എന്നാലും ഒരു സംശയം. ഈ 10% വരുമാനം ദീർഘകാലം കഴിയുമ്പോൾ പണപ്പെരുപ്പം വെച്ച് നോക്കുമ്പോൾ അതിന്റെ വില കുറയില്ലേ? ന്യായമായ സംശയമാണ്. ഏത് ഫിക്സഡ് ഇൻകം പ്ലാനിന്റെയും ഒരു പോരായ്മയാണത്. 10% ഗ്യാരണ്ടീഡ് ആണെങ്കിലും ഇൻഫ്ലേഷൻ കാരണം അതിന്റെ പർച്ചേസിംഗ് പവർ കുറയും. അതെ. എന്നാലും ഫ്ലെക്സി ഓപ്ഷൻ എടുത്താൽ പണം പിൻവലിക്കാതെ ആ 5.5% പലിശയിൽ വളരാൻ അനുവദിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ നേരിടാൻ പറ്റിയേക്കും. പിന്നെ ഇതൊരു ഇൻഷുറൻസ് പ്ലാൻ കൂടിയാണെന്ന് ഓർക്കണം. വെറും ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഒരു സാമ്പത്തിക സുരക്ഷാ ടൂളാണ്. ശരിയാണ്. ആ ഡെത്ത് ബെനിഫിറ്റും കാര്യമായ ഒരു ഘടകമാണ്. അതെ, മരണാനുകൂല്യം BSAയുടെ 125% വരുന്നുണ്ടല്ലോ. ഓക്കെ. ഇനി ഒരാൾ ഇങ്ങനെ ഒരു പ്ലാൻ എടുത്തില്ലാന്ന് വെക്കുക. എന്തൊക്കെ നഷ്ടങ്ങളാണ് വരാൻ സാധ്യത? എന്തൊക്കെ റിസ്കുകളാണ് നമ്മൾ ഇതിലൂടെ ഒഴിവാക്കുന്നത്? ഒരു 4 പ്രധാന റിസ്കുകൾ പറയാം. 1, ലോഞ്ചിവിറ്റി റിസ്ക്. അതെന്താണ്? നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ കാലം ജീവിച്ചിരുന്നാൽ കയ്യിലുള്ള കാശ് തീർന്നുപോയി വരുമാനമില്ലാതെ ഒരു അവസ്ഥ വരുന്നത്. ജീവനുത്സവ് 100 വയസ്സുവരെ വരുമാനം തരുന്നതുകൊണ്ട് ഈ റിസ്ക് കുറയ്ക്കാം. ശരി. 2, വരുമാനത്തിലെ അസ്ഥിരത. ബാങ്ക് പലിശയൊക്കെ എപ്പോ വേണമെങ്കിലും മാറാം. കുറഞ്ഞാല് നമ്മുടെ പ്ലാനിങ് തെറ്റും. ജീവനുത്സവില് അത് ഗ്യാരണ്ടീഡാണ്. 3, കുടുംബത്തിന്റെ സുരക്ഷ. വരുമാനമുള്ള ആർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിലാവും. ഇതിലെ ലൈഫ് കവർ, ഡെത്ത് ബെനിഫിറ്റ് ആ സമയത്ത് അവർക്കൊരു താങ്ങാവും. 4, ഈ പലിശ കുറയുന്ന സാഹചര്യത്തിൽ ഡെപ്പോസിറ്റുകളെ മാത്രം ആശ്രയിക്കുന്നതിലെ റിസ്ക്. പലിശ വരുമാനം കുറയുന്നു, ജീവിതച്ചെലവ് കൂടുന്നു. അപ്പോൾ കയ്യിലെ പണം തികയാതെ വരും. ഒരു ഗ്യാരണ്ടീഡ് വരുമാനം കൂടെ ഉണ്ടെങ്കിൽ ആ ആഘാതം കുറയ്ക്കാം. ശരിയാണ്. LIC എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. എന്താണതിന്റെ കാരണം? ഗവൺമെന്റ് ആയതുകൊണ്ടാണോ? പ്രധാനമായും അതുതന്നെ. LIC 1956 പാർലമെന്റ് ആക്ട് പ്രകാരം വന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു സോവറൻ ഗ്യാരണ്ടി, അതായത് ഗവൺമെന്റിന്റെ ഒരു ഉറപ്പ് അതിനുണ്ട്. മറ്റവർക്ക് ഇതൊക്കെ ആ വിശ്വാസതയ്ക്ക് കാരണമാണ്. അപ്പോ ഈ ജീവൻ ഉത്സവ് പ്ലാനില് LIC തരുന്ന ഗ്യാരണ്ടികൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയാമോ? എന്തൊക്കെ കിട്ടും, എന്തിനാണ് ഗ്യാരണ്ടി ഇല്ലാത്തത്? ഉറപ്പായും ഗ്യാരണ്ടിയുള്ള കാര്യങ്ങൾ. 1, ആ PPT സമയത്ത് ഗ്യാരണ്ടീഡ് അഡിഷൻസ് 1040 രൂപ വെച്ച്. ഓക്കെ. 2, ആ ലൈഫ് ലോങ് കിട്ടുന്ന വരുമാനം BSAയുടെ 10%. അത് റെഗുലർ ആയാലും ഫ്ലെക്സി ആയാലും. ശരി. 3, ഫ്ലെക്സി ഓപ്ഷൻ ആണെങ്കിൽ ആ മാറ്റിവെക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന 5.5% വാർഷിക കൂട്ടുപലിശ. ഓക്കെ. 4, മരണാനുകൂല്യം. ആ സം അഷ്യൂർഡ് ഓൺ ഡെത്തും അതുവരെയുള്ള ഗ്യാരണ്ടീഡ് അഡിഷൻസും ചേർന്ന തുക. ഈ തുക അടച്ച മൊത്തം പ്രീമിയത്തിന്റെ 105%-ൽ കുറയില്ല എന്നൊരുറപ്പും കൂടിയുണ്ട്. എന്താണ് ഗ്യാരണ്ടി ഇല്ലാത്തത്? ഗ്യാരണ്ടി ഇല്ലാത്തത് ബോണസാണ്. കാരണം ഇത് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോ LICയുടെ ലാഭവിഹിതം കിട്ടില്ല. കിട്ടുന്നതെല്ലാം നേരത്തെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളായിരിക്കും. ക്ലിയർ. അപ്പൊ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ പ്ലാനിന്റെ സാധ്യതകളെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇതെങ്ങനെ ചേരും എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ചുരുക്കം? എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? അതെ, ഇത് എല്ലാവർക്കും ഒരേപോലെ അല്ല പ്രയോജനം ചെയ്യുക. ഓരോരുത്തരുടെയും പ്രായം, സാമ്പത്തിക സ്ഥിതി, ആവശ്യം ഒക്കെ അനുസരിച്ച് മാറും. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കും മുൻപ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. എന്തൊക്കെയാണത്? 1, ഒരു പേഴ്സണലൈസ്ഡ് ബെനിഫിറ്റ് ഇല്ലസ്ട്രേഷൻ വാങ്ങി നോക്കുക. നിങ്ങളുടെ പ്രായം, ഉദ്ദേശിക്കുന്ന സം അഷ്വേർഡ്, PPT ഒക്കെ വെച്ചിട്ട്. അതിൽ കൃത്യമായി കാണിക്കും ഓരോ വർഷവും എന്ത് കിട്ടും, ഡെത്ത് ബെനിഫിറ്റ് എത്ര, സറണ്ടർ ചെയ്താൽ എന്ത് കിട്ടും എന്നൊക്കെ.
ഓക്കെ, ബെനിഫിറ്റ്സ് ഒക്കെ പരിഗണിക്കണം. ശരിയാണ്. 3. ഇതിന്റെ കൂടെ എടുക്കാൻ പറ്റുന്ന റൈഡറുകളെക്കുറിച്ച് ചോദിച്ചറിയുക. ആക്സിഡന്റ് ബെനിഫിറ്റ് റൈഡർ, ടേം റൈഡർ, പ്രീമിയം ഒഴിവാക്കുന്ന റൈഡർ, പ്രീമിയം വേവർ ബെനിഫിറ്റ് റൈഡർ. കുട്ടികളുടെ പോളിസിയിലൊക്കെ ഇത് പ്രധാനമാണ്. ഇതിനൊക്കെ ചെറിയ എക്സ്ട്രാ പ്രീമിയം വരും. ഓക്കെ. 4. ലോൺ കിട്ടുമോ? കിട്ടുമെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വ്യവസ്ഥകൾ എന്നൊക്കെ അറിയുക. സാധാരണ 2 കൊല്ലം പ്രീമിയം അടച്ചാൽ ലോൺ കിട്ടും. 5. 5. ഇനിയിപ്പോ പോളിസി നിർത്തേണ്ടി വന്നാൽ, സറണ്ടർ ചെയ്താൽ എന്ത് കിട്ടും എന്ന് മനസ്സിലാക്കുക. 2 വർഷം പ്രീമിയം അടച്ചാൽ സാധാരണ ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ കിട്ടും. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം തീരുമാനിക്കുന്നതാണ് നല്ലത്. കൂടുതൽ വിവരങ്ങൾക്കും ഈ പറഞ്ഞ ഇലുസ്ട്രേഷനൊക്കെ കിട്ടാൻ ഒരു LIC സർട്ടിഫൈഡ് അഡ്വൈസറുമായി സംസാരിക്കാം. അതിന് 9846189371 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അതെ. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ LICയുടെ ജീവൻ ഉത്സവ് ദീർഘകാലത്തേക്ക് ഒരു ഉറപ്പുള്ള വരുമാനം വേണം, അതോടൊപ്പം കുടുംബത്തിനൊരു സുരക്ഷയും വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു നല്ല ഓപ്ഷനാണ്. കുറഞ്ഞ കാലം പ്രീമിയം, ജീവിതകാലം മുഴുവൻ ഒരു വരുമാനം. ശരി, ഈ ചർച്ച നമ്മൾ ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പലിശയൊക്കെ കുറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ഭാവിക്കായി, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഭാവിക്കായി ഒരു ഗ്യാരണ്ടീഡ് വരുമാനം ഉറപ്പാക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണ്? ഇതൊന്നാലോചിച്ച് നിങ്ങളുടെ മുന്നിലുള്ള വഴികൾ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും 9846189371 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.